ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസ് എന്ന നിലയിലാണ്. ഇനി 2 ദിവസത്തെ മത്സരം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഴ മൂലം മത്സരം തടസ്സപ്പെട്ടില്ല എങ്കിൽ ഇന്ത്യ പരാജയത്തെ തുറിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 445 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് നേടിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മത്സരത്തിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ, ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിലും ഇന്ത്യ ജയിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടുകയാണെങ്കിലും, അതല്ല ഈ പരമ്പര ഡ്രോ ആയിട്ട് അവസാനിക്കുകയാണെങ്കിലും, എന്തൊക്കെ സംഭവിച്ചാലും ഈ പരമ്പര അറിയപ്പെടാൻ പോകുന്നത്, അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ആരാധകർക്കിടയിലെങ്കിലും ഈ പരമ്പര അറിയപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ വജ്രായുധമായ ജസ്പ്രീത് ബുംറയുടെ പേരിലായിരിക്കും. കാരണം അതുപോലെ ഒരു പെർഫോമൻസ് ആണ് ഈ കഴിഞ്ഞ 3 ടെസ്റ്റ് മത്സരങ്ങളിലായിട്ട് ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്പ്രീത് ബുംറയുടെ ഒരു തുടക്ക കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അദ്ദേഹം ഈ IPL മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിലൊക്കെ കഴിവ് തെളിച്ചു തുടങ്ങിയത് ഒരു 2013 കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം കളിച്ചിരുന്നത് ഗുജറാത്തിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ഗുജറാത്തിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഗുജറാത്തും മുംബൈയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ത്യയുടെ മുൻ കോച്ചായിട്ടുള്ള ജോൺ റൈറ്റിന്റെ കണ്ണിൽ ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് പെടുന്നത്. അത് അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ മുംബൈക്കെതിരെ ജസ്പ്രീത് ബുംറ തുടർച്ചയായിട്ട് 12 യോർക്കറുകൾ ബോൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ജോൺ റൈറ്റ് അന്നത്തെ ഗുജറാത്തിന്റെ ക്യാപ്റ്റനായിട്ടുള്ള പാർത്ഥിവ് പട്ടേലിന്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ബൗളർ ഏതാണ് എന്നുള്ളത്. അതിന് പാർത്ഥിവ് പട്ടേലിന്റെ മറുപടി എന്ന് പറയുന്നത് ഇത് ബൂം ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ജോൺ റൈറ്റ് ബുംറയുമായിട്ട് സംസാരിക്കുകയും, അന്ന് ജോൺ റൈറ്റ് മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് സ്കൗട്ടിലുണ്ടായിരുന്നു, അവരുടെ ഹെഡ് കോച്ചുമായിരുന്നു. അദ്ദേഹം ബുംറയെ മുംബൈ ഇന്ത്യൻസിന്റെ നെറ്റ്സിലേക്ക് ക്ഷണിക്കുകയും അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർക്കെതിരെ ബൗൾ ചെയ്യാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. ആ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സച്ചിൻ ബാറ്റിംഗ് കഴിഞ്ഞ് നെറ്റ്സിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ തന്നെ ജോൺ റൈറ്റിന്റെ അടുത്ത് ചോദിച്ചത് ഏതാണ് ഈ പയ്യൻ എന്നുള്ളതാണ്. അതിന് ജോൺ റൈറ്റിന്റെ മറുപടിയും ഇത് തന്നെയായിരുന്നു, ഇതാണ് ബൂം എന്നുള്ളതായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ജസ്പ്രീത് ബുംറയുടെ ഈ തേരോട്ടം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി പിന്നീട് പല ഇന്റർവ്യൂകളിലും പാർത്ഥിവ് പട്ടേൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലെ ഈ പല മത്സരങ്ങളിലും കളിക്കുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയെ പറ്റി പറഞ്ഞിരുന്നത് ഒരു സാധാരണ ഒരു ഇൻസ്വിംഗ് ബൗളർ, അതുപോലെ തന്നെ യോർക്കറുകൾ നന്നായിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബൗളർ, അതിൽ കൂടുതൽ യാതൊരു വേരിയേഷൻസോ അല്ലെങ്കിൽ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ആക്ഷനിൽ ബോൾ ചെയ്യുന്ന ഒരു ബൗളർ എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു വിശേഷണങ്ങളും അന്ന് ഗുജറാത്തിലുള്ള ക്രിക്കറ്റ് ആരാധകർ അല്ലെങ്കിൽ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ബുംറയ്ക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഒരു വേരിയേഷൻസും അത്രയധികം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് മുംബൈ ഇന്ത്യൻസിലെ 2013-14 കാലഘട്ടത്തിൽ വന്നതിന് ശേഷമാണ് ബുംറ തന്റെ ഈ ആയുധങ്ങളെല്ലാം തേച്ചു മിനുക്കിയെടുത്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അതിന് ബുംറയെ ഏറ്റവും അധികം സഹായിച്ചത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു പെക്യൂലിയർ ആക്ഷനിൽ ബോൾ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ബൗളറായിരുന്ന ലസിത് മലിംഗയായിരുന്നു. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയുടെ ഒരു ജൈത്രയാത്ര നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏത് മത്സരം എടുത്താലും, ഏത് കണ്ടീഷൻ എടുത്താലും, ഏത് പിച്ച് എടുത്താലും അവിടെയെല്ലാം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബൗളർ ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്പ്രീത് ബുംറയാണ്. നമുക്കറിയാം, ഈ വർഷം നടന്ന T20 ലോകകപ്പിന്റെ ഫൈനലിൽ 30 ബോളിൽ 30 റൺസ് മാത്രം വേണ്ടിയിരുന്ന സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞു മുറുക്കിയത് ബുംറയുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓവറുകളായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ആ 2 ഓവറുകൾ എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് നമുക്കന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് വന്നപ്പോഴും ബുംറയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ്. ആദ്യ മത്സരത്തിലെ പെർത്തിലെ ഏറ്റവും ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചാണ് പെർത്തിലെ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ പിച്ചിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നേടി ടോട്ടൽ 7 വിക്കറ്റുകൾ നേട്ടം കൊണ്ട് ആ മത്സരത്തിൽ ഇന്ത്യയെ ജയിപ്പിക്കാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മത്സരം വന്നപ്പോൾ അഡ്ലൈഡ് ഓവലിലായിരുന്നു. അഡ്ലൈഡ് ഓവലിൽ ഒരു 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചുകൊണ്ട് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പൊ നടക്കുന്ന ഈ ലാസ്റ്റ് മത്സരം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടക്കുന്ന ടെസ്റ്റിൽ ഒരു 6 വിക്കറ്റ് നേട്ടവും കൈവരിച്ചു. ഈ ഒരു ടൂറിൽ ബുംറയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 82 ഓവറിൽ 211 റൺസ് മാത്രം ഇട്ടുകൊടുത്തുകൊണ്ട് 18 വിക്കറ്റുകളാണ് ബുംറ നേടിയിരിക്കുന്നത്. മറ്റുള്ള എല്ലാ ബോളേഴ്സും കൂടെ ചേർത്തിട്ട് അതിനേക്കാളും ഒരു 2, 3, 4 വിക്കറ്റുകൾ മാത്രമാണ് കൂടുതൽ നേടിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുംറയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇപ്പൊ അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പേസർമാരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബുംറ സഹീർ ഖാനെ ഈ 5 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ബൗളർമാരുടെ കൂട്ടത്തിൽ സഹീർ ഖാനെ മറികടന്നിരിക്കുകയാണ്. സഹീർ ഖാൻ 11 പ്രാവശ്യമാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അത് കൈവരിക്കാനായിട്ട് സഹീർ ഖാൻ എടുത്ത ഇന്നിംഗ്സുകൾ എന്ന് പറയുന്നത് 165 ഇന്നിംഗ്സുകളാണ്. ഈ ഒരു മത്സരത്തോടു കൂടി ജസ്പ്രീത് ബുംറ സഹീർ ഖാനെ മറികടന്നിരിക്കുകയാണ്.
അദ്ദേഹം 12 പ്രാവശ്യമാണ് ഇപ്പോൾ ഒരു ഇന്നിങ്സിൽ 5 വിക്കറ്റ് നേട്ടം ഇന്ത്യക്കായി കൈവരിക്കുന്നത്. സൈർഗൻ 165 ഇന്നിങ്സുകളിലാണ് ആ നേട്ടം കൈവരിച്ചതെങ്കിൽ ജസ്പ്രീത് ബുംറ വെറും 82 ഇന്നിങ്സുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ നേട്ടം കൈവരിക്കാൻ എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളറായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു മഹാരഥനായിട്ടുള്ള ബൗളറായിരുന്ന കപിൽ ദേവാണ് ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിലുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് അദ്ദേഹം 23 പ്രാവശ്യമാണ് ഇന്ത്യക്ക് വേണ്ടി 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതിന് കപിൽ ദേവ് എടുത്ത ഇന്നിങ്സുകളുടെ എണ്ണം നോക്കിയാൽ അത് 227 ഇന്നിങ്സുകളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം അതിന്റെ പകുതിയിൽ കൂടുതലായി ഇപ്പോൾ ബുംറയുടെ നേട്ടം. പക്ഷേ 82 ഇന്നിങ്സുകൾ മാത്രമാണ് ഈ നേട്ടം കൈവരിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇന്നിങ്സുകൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ബുംറയുടെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൽ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രോ ആക്കാനെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ബുംറയ്ക്ക് അതിനെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.